മഴക്കാലമാണ്. വേനലവധിയുടെ കുസൃതികളും ആർപ്പുവിളികളും എല്ലാം കഴിഞ്ഞ കുട്ടികൾ സ്കൂളുകളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. ഇത്രനാളും അടങ്ങിയിരുന്ന പനിയും ചുമയും ജലദോഷവുമെല്ലാം പുറത്തു ചാടുന്ന സമയം കൂടിയാണ് മഴക്കാലം. സ്കൂളിലേക്ക് മഴയത്ത് കുടയും ചൂടി പോകുന്ന കുട്ടികൾ തിരികെ എത്തുന്നത് ചിലപ്പോൾ അസുഖങ്ങളുമായിട്ടായിരിക്കും. എന്നാൽ ടെൻഷൻ വേണ്ട. ചില കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ വെച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് ഈസിയായി തടയാം. ഈ മഴക്കാലത്ത് കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്താണെന്നും എങ്ങനെ തടയാമെന്നും അറിയാം. മഴക്കാലമാണോ? എന്നാൽ ജലദോഷം ഉറപ്പാണ്. വൈറസ് വഴി പകരുന്ന സാധാരണ പനിയാണിത്. തൊണ്ടവേദന, മൂക്കടപ്പ്, തുമ്മൽ, മൂക്കൊലിപ്പ് എന്നിവയാണ് ലക്ഷണങ്ങൾ. 2-3 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ മാറും. ജലദോഷമുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തൊണ്ടവേദന, തുമ്മൽ എന്നിവയ്ക്കൊപ്പം കടുത്ത തലവേദന, ശരീരവേദന, ക്ഷീണം എന്നിവയുണ്ടായാൽ അത് വൈറൽ പനിയായിരിക്കും. വായുവിലൂടെ ഇവ പകരും. ഈ പനിക്ക് ചികിത്സയും വിശ്രമവും വേണം. ആസ്മ രോഗികളിൽ വൈറൽ പനി ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കും. വൈറൽ പനി ന്യൂമോണിയായി മാറാനും സാധ്യതയുണ്ട്. അടുത്ത ഒരു ഭീഷണി ടൈഫോയിഡ് ആണ്. ഭക്ഷണത്തിലൂടെയും മലിനജലം കലർന്ന കുടിവെള്ളത്തിലൂടെയും പകരുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണിത്. തുടക്കത്തിൽ ലക്ഷണങ്ങൾ കുറവായിരിക്കുമെന്നത് വലിയ വെല്ലുവിളിയാണ്. പനി തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ക്ഷീണം കൂടും. കുടലിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നത് മൂലം വയറുവേദന അനുഭവപ്പെടും. കൂടാതെ മലം കറുത്ത നിലയിൽ പോവുക, വിശപ്പില്ലായ്മ, കടുത്ത ക്ഷീണം എന്നിവയും ഉണ്ടാകും. രോഗം മാറിയാലും വിസർജ്യത്തിലൂടെ രോഗം പകരുന്നതിനുള്ള സാധ്യത കുറച്ചുകാലം കൂടി നീണ്ടു നിൽക്കും. എലിപ്പനിയാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു രോഗം. വൈറൽ പനി പോലെ തോന്നിപ്പിക്കുമെങ്കിലും അതിവേഗം മൂർച്ഛിക്കും. മലിനജലത്തിൽ ചവിട്ടുമ്പോൾ കാലിലെ ചെറിയ മുറിവുകൾ വഴി അണുക്കൾ ശരീരത്തിലെത്തും. ശക്തമായ പനി, വിറയൽ, തളർച്ച, ശരീരവേദന, ഛർദി, മനം പുരട്ടൽ, കണ്ണിന് ചുവപ്പ് നിറം, ശരീരത്തിൽ മഞ്ഞ നിറം, മൂത്രം കടുത്ത നിറത്തിൽ പോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടണം. ഡെങ്കിപ്പനിയെയും പേടിക്കേണ്ടതുണ്ട്. കൊതുക് പരത്തുന്നതും ഏറ്റവും അധികം പേരിൽ ഉണ്ടാകുന്നതുമായ പനിയാണ് ഡെങ്കിപ്പനി. കഠിനമായ പനി, അസഹ്യമായ തലവേദന, അസ്ഥികളിലും സന്ധികളിലും വേദന, കണ്ണുകളുടെ പിന്നിൽ വേദന, വിശപ്പില്ലായ്മ, ചുവന്ന പാടുകൾ എന്നിവയാണ് ലക്ഷണങ്ങൾ. മുൻപ് ഡെങ്കി ഉണ്ടായവരിൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് പുറമെ ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും പ്രത്യേകം ശ്രദ്ധ വേണം. രോഗബാധയുണ്ടായാൽ നിർജ്ജലീകരണം ഉണ്ടാകാതെ നോക്കേണ്ടത് പ്രധാനമാണ്. ലക്ഷണങ്ങൾ 3 ദിവസത്തിനകം നീളുകയോ മൂക്കിലോ മോണയിലോ വിസർജ്യങ്ങളിലോ രക്തം കാണപ്പെട്ടാലോ ഉടൻ ചികിത്സ ഉറപ്പാക്കണം. വായുവിലൂടെ തന്നെ പകരുന്ന മറ്റൊരു രോഗമാണ് H1N1. ആദ്യ സമയങ്ങളിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയില്ലെങ്കിലും പിന്നീട് പനി, തൊണ്ടവേദന, ഛർദി എന്നിവ ഉണ്ടാകാം. ഒപ്പം പേശികളിലും സന്ധികളിലും ശക്തമായ വേദനയുണ്ടാകും. കൊതുക് പരത്തുന്ന മറ്റൊരു രോഗമാണ് ചിക്കൻ ഗുനിയ. പനിയുടെ രോഗലക്ഷണങ്ങളോടൊപ്പം ശക്തമായ സന്ധിവേദനയും ചലനം പ്രയാസമാകുന്ന വിധത്തിൽ കാൽമുട്ട്, കൈക്കുഴ, വിരലുകൾ, കഴുത്ത്, നടുവ് എന്നീ ഭാഗങ്ങളിൽ വേദനയും ഉണ്ടാകും. രോഗബാധിതർക്ക് വെളിച്ചത്തിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രോഗങ്ങളെ അകറ്റി നിർത്താൻ ചില മുൻകരുതലുകൾ സ്വീകരിക്കാം. വീട്ടിലും സ്കൂളിലും വൃത്തിയോടെ ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും നിർബന്ധമായും തൂവാല ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കൈമുട്ടുകൊണ്ട് മുഖം മറയ്ക്കാനോ കുട്ടികളെ പരിശീലിപ്പിക്കാം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ നൽകുക. ഇലക്കറികൾ, പച്ചക്കറികൾ എന്നിവ കൂടുതലടങ്ങുന്ന വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സമീകൃതാഹാരം ഉച്ചഭക്ഷണമായും സ്നാക്സായും സ്കൂളുകളിൽ കൊടുത്തുവിടുക. പുറത്തുനിന്നുള്ള ഭക്ഷണം സ്ഥിരമായി കൊടുക്കാത്തതാണ് നല്ലത്. ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുതെന്ന് പഠിപ്പിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശുചിമുറിയിൽ പോയതിനു ശേഷവും നിർബന്ധമായും കൈകൾ നന്നായി കഴുകുക. മാങ്ങ, പപ്പായ, നെല്ലിക്ക തുടങ്ങിയ പ്രാദേശികമായി കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ ധാരാളം നൽകുക. വിറ്റാമിൻ സി കിട്ടാൻ കുട്ടികൾക്ക് നാരങ്ങ വെള്ളവും ദിവസവും കൊടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാതെ നോക്കണം. കുട്ടികൾ മഴ നനഞ്ഞാൽ തല തോർത്തിയ ശേഷം ഉണങ്ങിയ വസ്ത്രം ധരിപ്പിച്ച കുടിക്കാൻ പോഷക ഗുണമുള്ള ചൂടുള്ള കഞ്ഞിവെള്ളമോ പാലോ നൽകാൻ ശ്രദ്ധിക്കുക.